സമൃദ്ധമായിട്ട് കിട്ടും. പച്ചക്കറിയും കിട്ടും, പാല് കിട്ടും, പഴം കിട്ടും, മത്സ്യം കിട്ടും, മാംസം കിട്ടും. എന്തിന്? ഇസ്ലാമിന്റെ സ്വർഗത്തിൽ പോണം ഇതിനായിട്ട്. ഒരാള് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആ പുള്ളിനെ സ്വീകരിക്കുന്നത് മത്സ്യത്തിന്റെ കരൾ കൊടുത്താണെന്ന്, പിന്നെ കാളേനെയും കൊടുക്കും. ഇത് തിന്നാനായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ വേറൊരു സംഭവം കിട്ടും, സ്വർഗത്തിലെ സൽസബീൽ മദ്യം, മദ്യപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. ഈ കാളയും അതുപോലെ തന്നെ നമ്മുടെ മത്സ്യവും കഴിച്ച് ചെല്ലുമ്പോ തന്നെ അതാണല്ലോ കിട്ടണേ. അതങ്ങ് കഴിച്ച് ചിലപ്പോ ഒരുപക്ഷെ അത് ദഹിക്കാൻ വേണ്ടിയായിരിക്കാം മദ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹദീസ് നമ്പർ 1967. സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്. കണ്ടോ? ഇവിടെ ചന്ത ഉള്ളതുപോലെ, വെള്ളിയാഴ്ച ചന്തയൊക്കെ ഉണ്ടല്ലോ, ഞായറാഴ്ച ചന്തയുണ്ട്, അങ്ങനെ ഉള്ളതുപോലെ സ്വർഗത്തിലും ചന്തയുണ്ട്. അപ്പൊ സത്യത്തിൽ എന്താണിത് എന്ന് പറഞ്ഞ ഈ ഭൂമിയിലുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് സ്വർഗത്തിലുള്ളത്. അല്ല, അതിൽ വേറൊരു കാര്യം, ഇപ്പൊ ഇസ്ലാമിന്റെ സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്കിപ്പോ അള്ളാഹുവിലോ അല്ലെങ്കിൽ മുഹമ്മദിലോ വിശ്വസിക്കേണ്ട ആവശ്യം, അള്ളാഹുവിലോ മുഹമ്മദിലോ വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല. അത് ഞാൻ പറയുന്നതല്ല, ബുഖാരി പറയുന്നതാണ്, സോറി മുസ്ലിം പറയുന്നതാണ്. അപ്പൊ അത് നമ്മുടെ അക്ബർ സാഹിബ് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നബി നന്മകളുടെ പൂർണ്ണതയാണെന്ന് അദ്ദേഹം ഒരു സീരീസ് പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഉണ്ട്. നായയുടെ ദാഹം തീർത്താൽ മതി സ്വർഗത്തിൽ പോകാൻ, ഇസ്ലാമിന്റെ സ്വർഗത്തിൽ പോകാൻ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, മുഹമ്മദിലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ആരിലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ ജിഹാദികളൊക്കെ പണിപ്പെട്ട് ജിഹാദിനും പോകേണ്ട ആവശ്യമില്ല. ഒരു നായയുടെ ദാഹം തീർത്താൽ മതി. സുഭാഷ് പാർസി പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്. ആ, അപ്പൊ എന്തായാലും കൊള്ളാം സുജോ ബ്രദറെ. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാം. താങ്ക് യു. അപ്പൊ സുഭാഷ് പാർസിനി അൽ സുഭാഷ് എന്നറിയപ്പെടും. ഓക്കെ. അപ്പൊ ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നമ്മുടെ സഹോദരന്മാരിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴേ ഐഷയാണ് ഏറ്റവും നന്നായിട്ട് ട്രോളണെന്ന് പറയാം. കറക്റ്റ് ആണത്. അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഒക്കെ നന്നായിട്ട് ട്രോളുന്ന ആളാണ് ഐഷ. ആ സുഭാഷ് ഭാഷ അത് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. നമ്മളിപ്പോ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാ. എന്ന് മാത്രമല്ല, ഇതിൽ വേറൊരു രസം എന്നാന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ വിഷയത്തിലുള്ള ആദ്യം നമ്മുടെ ഗുരുജി ബ്രദർ പറഞ്ഞതുപോലെ സെക്സ് ഇല്ലാത്ത ഇസ്ലാം എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ടല്ലോ, എന്തില്ലാത്ത എന്തുപോലെയാണെന്നൊക്കെ പറയാറില്ലേ? അതെന്താണ് അങ്ങനെ ഒരു ഇത് പറയാറില്ലേ? എന്തോ ഇല്ലാത്ത ഉപ്പില്ലാത്ത ആ, ഉപ്പില്ലാത്ത കഞ്ഞി. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് സെക്സ് ഇല്ലാത്ത ഇസ്ലാം എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ശരിക്കും ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനും അതുപോലെ തന്നെ ജീവിതവും ഒക്കെ അതിലാണ് ഇരിക്കുന്നത്. ഈ സത്യത്തിൽ മുഹമ്മദ് തന്നെ ഇതിന് ഇവര് മുഹമ്മദിന്റെ ജീവിതം നമ്മൾ ചിന്തിക്കുമ്പോ ഈ ഹദീസ് പറയുന്നത് എങ്ങനെയാണ്? അബ്ദുൽ റഹ്മാൻ ഇബ്നു ഷമാസയിൽ നിന്ന് നിവേദനമാണ്. നബി അരുളി, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ സഹോദരനാകുന്നു. തന്റെ സഹോദരൻ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്മേൽ കച്ചവടം പറഞ്ഞത് ഒരു സത്യവിശ്വാസിക്കും അനുവദനീയമല്ല. കണ്ടോ? ഒരു സഹോദരൻ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ മറ്റൊരാൾക്ക് കച്ചവടം പറയാൻ പറ്റത്തില്ല. തന്റെ സഹോദരൻ വിവാഹം ആലോചിക്കുന്ന സ്ത്രീയെ അവൻ ആ ആലോചന ഒഴിവാക്കുന്നത് വരെ വിവാഹം ആലോചിക്കരുത്. അങ്ങനെയുള്ളവൻ അവിശ്വാസിയാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്? നമ്മുടെ അബ്ദുൽ റഹ്മാൻ ഇബ്നു ഷമാസയിൽ നിന്നുള്ള നിവേദനമാണത്. സഹീഹ് മുസ്ലിമാണ് 800. അപ്പൊ ഈ മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ചാക്കോ പാഷ സൈനബയുടെ കാര്യം അതുപോലെ തന്നെ ഐഷയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ മുഹമ്മദിന്റെ ഇതുപോലെ തന്നെ ഒരു കാര്യം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഖൈബർ യുദ്ധവേളയിൽ ഞാൻ ആദ്യം പറഞ്ഞാണത്. മുഹമ്മദ് ഖൈബർ യുദ്ധവേളയിൽ അവിടെ ചെന്ന് ഖൈബർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തു. ഹദീസ് നമ്പർ 806. യുദ്ധ തടവുകാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അപ്പോൾ ദിഹിയെ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, തടവുകാരിൽ നിന്നൊരു പെൺകുട്ടിയെ എനിക്ക് തരിക. പ്രവാചകൻ പറഞ്ഞു, നീ ചെന്ന് ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കി കൊള്ളുക. അങ്ങനെ അദ്ദേഹം സഫിയ ബിൻതു ഹുയ്യനെ സ്വീകരിച്ചു. അപ്പോൾ വേറൊരാൾ നബിയെ സമീപിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഖുറൈള നദീർ ഗോത്ര നേതാവായ ഹുയ്യിന്റെ മകൻ സഫിയെ അങ്ങ് ദിഹിക്ക് നൽകിയല്ലോ. അവർ താങ്കൾക്ക് മാത്രമേ യോജിക്കുകയുള്ളൂ. അതിനു മുമ്പ് മുകളിലോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട് മുഹമ്മദിന്റെ തുട വെളുത്തതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മുഹമ്മദ് സൗന്ദര്യമുള്ളവനാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രംഗമാണ് ആ കാണുന്നത്. അന്ന് താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, അവിടെ നിന്ന് പറഞ്ഞു, അയാളോട് അവളെയും കൊണ്ട് വരികാൻ പറയുക. അപ്പൊ ആദ്യം മറ്റേ ആൾക്ക് കൊടുത്തു. കണ്ടോ? അപ്പൊ ആദ്യം ഞാൻ വായിച്ച ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലെന്താണ് പറഞ്ഞേ? ഒരാള് കച്ചവടം ചെയ്ത് മറ്റൊരാൾക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല,
തന്റെ സഹോദരൻ വിവാഹം ആലോചിക്കുന്ന സ്ത്രീയെ അവൻ ആലോചന ഒഴിവാക്കുന്നത് വരെ വിവാഹം ആലോചിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദിനോട് ഒരാൾ പറയുകയാണ്, അപ്പൊ ദിഹിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദിനോട് ഒരാൾ വന്ന് പറയാണ്, സഫിയ സത്യത്തിൽ യോജിക്കുന്നത് ആർക്കാണ്? നിനക്കാണ് എന്ന് പറയാണ്. അപ്പൊ മുഹമ്മദ് എന്ത് പറയാണ്? അവളെ ആ, ഇവിടെ കൊണ്ടുവരാൻ പറയുകയാണ്. അവളെയും കൊണ്ട് വരാൻ പറയുക. അങ്ങനെ അപ്പോ അയാൾ അവളെ കൊണ്ടുവന്നു. അവളെ കണ്ടപ്പോൾ നബി ദിഹിയോട് പറഞ്ഞു, നീ തടവുകാരിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചു കൊള്ളുക. എന്തായി? നിങ്ങൾ തന്നെ പറയുക, എന്തായി? ആദ്യം വായിച്ച ഹദീസ് എന്താണ്? മറ്റൊരാൾക്ക് വിവാഹം ആലോചിച്ച ആൾക്ക് കൊടുത്ത ഒരു സ്ത്രീയെ മറ്റൊരാൾ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ മുഹമ്മദ് ഈ തടവിൽ പിടിക്കുന്ന സ്ത്രീയെ അത് ദിഹിക്ക് കൊടുത്തിട്ട് നിനക്കാണ് പറ്റുന്നതെന്ന് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ആ സ്ത്രീയെ കൊണ്ടുവരാൻ പറയുമ്പോൾ മുഹമ്മദിന് ആ സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയാണ്, നീ മറ്റൊരാളെ നോക്കിക്കോ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കോളേജ് പിള്ളേരൊക്കെ, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പിള്ളേര് ശരിക്കും പറഞ്ഞ ഈ ലൈനൊക്കെ അടിച്ച് കിടക്കുന്ന സമയമല്ലേ, അപ്പൊ ഈ കൂട്ടുകാരന്മാർ ഒരുമിച്ച് ഈ ലൈൻ അടിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പോകണമെങ്കിൽ ചിലപ്പോ ഈ കൂടെ പോകുന്ന കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? നീ മറ്റൊരാളെ നോക്കിക്കോ, ഇവളെ എനിക്ക് വേണമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി മുഹമ്മദ് ഇവിടെ പറഞ്ഞത്. നീ മറ്റൊരാളെ നോക്കിക്കോ, അവളെ എനിക്ക് വേണം. ഇത് ശരിക്കും പറഞ്ഞ ഇസ്ലാമിന്റെ പ്രമാണം മുഹമ്മദ് തന്നെ മറികടക്കുന്നതായിട്ടാണ് ഈ കാണാൻ പറ്റുന്നത്. ഈ ആദ്യം പറഞ്ഞതുപോലെ സെക്സ് ഇല്ലാത്ത ഇസ്ലാം ഇല്ല. അതാണ് അതിന്റെ ജീവൻ. മുഹമ്മദ് അതിന്റെ ജീവനാണ്, അതിന്റെ ആധാരമായിട്ടാണ് മുഹമ്മദ് ഇരിക്കുന്നത്. മനസ്സിലായോ? അത്ര ഒരു ആഗ്രഹമാണ് സെക്സിനോടും സ്ത്രീകളോടൊക്കെ മുഹമ്മദിനുണ്ടായിരുന്നത്. അത്തരം സ്ത്രീകളുമാണ് ഏറ്റവും ഇഷ്ടമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ട, അതിനു വേണ്ടി അദ്ദേഹം എന്തും തകിടം മറയ്ക്കും. അങ്ങനെ ചെയ്യുന്നവൻ, ഒരു സുഹൃത്തിന്റെ ഭാര്യയെ വിവാഹം ആലോചിച്ച സ്ത്രീയെ അങ്ങനെ കൈവശമാക്കുന്നയാൾ സത്യനിഷേധിയാണെന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് ആരായി? സത്യനിഷേധിയായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി. ഈ വിവാഹത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആയിഷയുടെ കാര്യമൊക്കെ അറിയാം. അതുപോലെ തന്നെ ഈ സൈനബയുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. അതെന്താണ്? വളർത്തുമകന്റെ ഭാര്യ കൈവശമാക്കിയ കാര്യമല്ല, മറിച്ച് മുഹമ്മദ് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. അങ്ങനെ ആ സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ആ സ്ത്രീയോട് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം ഉണ്ടായി, ആഗ്രഹം ഉണ്ടായി. അത് എവിടെ വരുന്നു? അത് തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന സൈനബയുടെ അടുത്ത് വന്ന് അദ്ദേഹം തീർക്കുകയാണ്. അപ്പൊ ആ സ്ത്രീക്കുള്ള അവകാശം എന്താണ് അവിടെ? കണ്ടോ, ഭാര്യ എന്ന് പറയുന്നത് ഒരു യന്ത്രമാണോ അല്ലെങ്കിൽ റോബോട്ടാണോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ ഈ കൃഷിയിടം എന്ന് പറയുന്നതിന്റെ കൃഷിയിടം എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് കറക്റ്റ് ആണെന്ന് അവിടെ തെളിയുകയാണ്. ഭാര്യ പുരുഷന്റെ കൃഷിയിടമാണെന്ന് ഇസ്ലാം പറയുന്നുവെങ്കിൽ മുഹമ്മദ് തെളിയിക്കുകയാണ്. എങ്ങനെ തെളിയിക്കുന്നു? ഈ സൈനബയോട് കാണിച്ച ഈ പരിപാടിയിലൂടെ. എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കാണുന്നു, അവളോട് ലൈംഗികമായ ആഗ്രഹം തോന്നുന്നു, നേരെ വന്ന് എന്ത് ചെയ്യുന്നു? തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നു, ആ ആഗ്രഹം തീർക്കുന്നു. അവൾക്ക് അതിന് സമ്മതമാണോ? അവൾക്ക് ഇതിനിപ്പോ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു മൂഡിലാണോ ആ പെൺകുട്ടി എന്നുള്ളതൊന്നും ചോദിക്കുന്നില്ല. ഇനി വേറൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടായിരിക്കും സൈനബ അതിന് സമ്മതിച്ചത്? അതിനൊരു കാര്യമുണ്ട്. അതെന്നാന്നറിയാമോ? സൈനബ എങ്ങാനും അതിന് സമ്മതിച്ചില്ലെങ്കിൽ രാത്രി മുഴുവൻ മലക്കുകൾ ഇരുന്ന് ശപിക്കും, കിടപ്പറയിൽ ഇരുന്ന് ശപിക്കും. രാത്രി മുഴുവൻ ഇരുന്ന് ഈ മലക്കുകള് ഒളിഞ്ഞു നോട്ടക്കാരായി. ആദ്യം ജാക്കോ പാസ്റ്റർ പറഞ്ഞു, എന്താണ് അടിച്ച് മപ്പാസാക്കുന്ന മലക്കുകൾ എന്ന പോലെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്ന മലക്കുകളുണ്ട്, അതുപോലെ ശപിക്കുന്ന മലക്കുകളുണ്ട്. ഈ സൈനബ മുഹമ്മദിനോടെങ്ങാനും ആ സമയത്ത് സെക്സ് നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മലക്കുകൾ ശപിച്ചു തുടങ്ങും. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ തന്നെ സെക്സാണ്, സ്ത്രീയാണ്. സ്ത്രീ ഒരു ഭോഗവസ്തുവായിട്ടാണ് കാണുന്നത്, അടിമയായിട്ടാണ് കാണുന്നത്. ഇസ്ലാമിലുള്ള സ്ത്രീകളൊക്കെ ഇതിൽ നിന്ന് പുറത്തു വരണം, ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. നരകവാസികളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, സ്വർഗത്തിൽ ഏറ്റവും കുറവുള്ളത് സ്ത്രീകളാണ്. ഈ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. ലോകത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്, മുസ്ലിം മതവിശ്വാസികളായ. ഇവരിൽ ബഹുഭൂരിപക്ഷവും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഈ പറയുന്നേ. എന്ന് മാത്രമല്ല, അവർ കൃഷിഭൂമിയാണ്. മുഹമ്മദ് തന്നെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയാണ് അവർ കൃഷിഭൂമിയാണെന്ന്. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെ നമ്മൾ ഇനിയും പിന്തുടരേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രത്യയശാസ്ത്രത്തെ. മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്, നിങ്ങളെയല്ല. നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങൾ സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ കണ്ടുമുട്ട. ഇതുപോലൊരു പരിപാടി യേശു ക്രിസ്തു കാണിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്ക്. ക്രിസ്തുവിന്റെ അനുയായികൾ കാണിച്ചിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി? കാണിക്കത്തില്ല. ക്രിസ്തു മാർഗം അതല്ല.
അതുകൊണ്ട് ഇസ്ലാമിന് ഒരിക്കലും ക്രിസ്തു മാർഗത്തെ ആശയം കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. ഇത് സ്നേഹത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആളുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ ജേക്കബ് ബ്രദർ, ഗിബോർ ബ്രദർ ഇവിടെ ഉണ്ടോ? ഗിബോർ. സിജോ ബ്രദർ ഇസ്മായിൽ സംസാരിച്ചിട്ട് ഞാൻ ഓക്കെ, സംസാരിക്കാം. എന്നാ ഇസ്മായിൽ സംസാരിച്ചു. ഇസ്മായിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്, സംസാരിക്കാം. ഓക്കെ. ഏതായാലും രക്ഷ ഇസ്ലാമിലില്ല, അത് ക്രിസ്തു യേശുവിലാണ് എന്നുള്ള ഇതില് ഒരു ഭാഗം തെറ്റും മറ്റൊരു ഭാഗം ശരിയാണ്. രക്ഷ ക്രിസ്തു യേശുവിൽ തന്നെയാണ് രക്ഷയുള്ളത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല. യേശു വഴിയല്ലാതെ ഇനിയൊരു പ്രവാചകൻ ദൈവത്തിന്റെ വരാനുണ്ടെങ്കിൽ ഭൂമിയിൽ അത് ക്രിസ്തു യേശു തന്നെയാണ്. അതിലും എനിക്ക് തർക്കമില്ല. ആരെങ്കിലും പിന്നിൽ അണിനിരക്കാനുണ്ടെങ്കിൽ അതും ക്രിസ്തു യേശുവിന്റെ പിന്നിൽ മാത്രമാണ്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല. പക്ഷെ ആ രക്ഷയാണ് ഇസ്ലാം. ആ രക്ഷയുടെ ആരാധന സ്ഥലമാണ് ജെറുസലേം. അങ്ങോട്ട് തന്നെ നിന്നാണ് മുസ്ലിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമസ്കരിച്ചിരുന്നത്. ആ ജെറുസലേമിനെ പോലത്തെ മറ്റൊരു ആരാധനാ കേന്ദ്രം മാത്രമാണ് കാബാലയം. രണ്ടും ഒരേ കിബിലയാണ്. രണ്ടും ചതുരത്തിലുള്ള ചെറു ബിൽഡിംഗ് ആണ്. ഒന്ന് ബനു ഇസ്രായേൽ സമുദായത്തിന്റെ കിബിലയാണ്, മറ്റൊന്ന് ലോക മുസ്ലിങ്ങളുടെ കിബിലയാണ്. ഇസ്രായേൽ സമുദായം ലോകത്ത് എവിടെ പോയാലും അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടും സ്വർഗകൾ നിർമ്മിക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞു നിന്നും അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. മുസ്ലിങ്ങൾ അതേ രീതിയിൽ തന്നെ ലോകത്ത് എവിടെ നിന്നും മസ്ജിദുകൾ നിർമ്മിക്കുന്നു, കാബാലയത്തിന് തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും നിരന്തരമായി നാം ഈ സംസാരിക്കുന്ന സമയത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സമയങ്ങളിലും നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രക്ഷ ഇസ്രായേലിന്റെ ദൈവമായ, അറബികളുടെ ദൈവമായ, ഇസ്രായേൽ ദൈവം ഏലെന്നോ വേറെ ഏത് ഭാഷയിൽ വിളിച്ചാലും, അറബികളുടെ ദൈവത്തെ അള്ളാഹു എന്ന് പറഞ്ഞാലും, കേരളീയരുടെ ദൈവത്തെ പടത്തോൻ എന്ന് പറഞ്ഞാലും ദൈവം ഒന്ന് തന്നെയാണ്. അത് പിതാവായ എബ്രാഹിമിന്റെ ദൈവമാണ്. ആ ദൈവത്തിന്റെ മതമാണ് ഇസ്ലാം. ആ ദൈവത്തിലാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. അത് ഏകദൈവമാണ്. ആ ഏകദൈവത്തിലൂടെയാണ് രക്ഷയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിതാക്കന്മാരെല്ലാവരും ആരാധിച്ചത് ആ ദൈവത്തെയാണ്. അവൻ ഏകനാണ്. അപ്പോൾ ആ ദൈവത്തെ തന്നെയാണ് അലോഹ, അൽ ഇലാഹാണ്, അൽ അലാഹാണ് അള്ളാഹു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് അറബി ഭാഷയുടെ വിഷം പഠിച്ചാൽ മനസ്സിലാവും. യേശു ആണെങ്കിലും അലാഹ, കേരളത്തിലാണെങ്കിലും സുറിയാൻ പാരമ്പര്യ നസ്രാണികൾ ഇവിടെ അലാഹ എന്ന പേരിലാണ് അള്ളാഹുവിനെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നത്. അത് കൃത്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു സാങ്കേതിക പിഴവ്, ക്രിസ്തു യേശു അല്ല, ഈശോ മിശിയാണ്. ഈശോ മിശിയാണത്. ക്രിസ്തു എന്ന വാക്ക് രണ്ടാമത് ചേർക്കാവുള്ളൂ. ഈശോയുടെ പേരിന് ശേഷമാണ് ക്രിസ്തു എന്ന ഈശോ മിഷിയ എന്നുള്ള വാക്ക് ചേർക്കേണ്ടത്. അത് യഹൂദ സമൂഹത്തിന്റെ മിഷിയായിരുന്നു, രക്ഷകനായിരുന്നു. ആ മിഷിയ പാരമ്പര്യത്തിലാണ് അവർ ഇന്നുമുള്ളത്, എന്നുമുള്ളത്. ആ മിഷിയാണ് അവർ കാത്തിരുന്നത്. അത് അങ്ങോട്ട് വന്ന ഈസ മസീഹ്, ഖുറാനിൽ പറഞ്ഞ ഈസ മസീഹ്. അപ്പൊ മസീഹ് ഈസ അല്ല, ഈസ മസീഹാണ്. ടൈറ്റിൽ തിരുത്തേണ്ടതുണ്ട്. ക്രിസ്തു എന്നുള്ളത് വാക്ക് ക്രിസ്തോസ് എന്ന വാക്കിൽ നിന്ന് ഏത് രൂപത്തിലും ആവട്ടെ, അത് യേശുവിന് ശേഷമാണ് കൊടുക്കേണ്ടത്. മതം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. വെറും 100 വർഷത്തെ അല്ലെങ്കിൽ 110 വർഷത്തെ പാരമ്പര്യമുള്ള ഈ പെന്തക്കോസ്ത് വിഭാഗത്തിന് മതത്തിന്റെ പല ആന്തരിക അർത്ഥങ്ങളും അറിയില്ല. അത് തന്നെയാണ് ഇന്ന് ക്ലബ് ഹൗസിൽ ചൂടേറി ചർച്ചകൾ നടക്കുന്നത്. ഈശോ മസീഹ് വന്നിരിക്കുന്നത്, ഈശോ മസീഹാവുന്നത് യഹൂദന്മാരുടെ മാത്രം മസീഹാണ്. ആ 12 ഗോത്രങ്ങളുടെ മാത്രം രക്ഷകനാണ്. നോക്കി വായിക്കുവാണോ ഇസ്മായില്? എവിടെയെങ്കിലും നോക്കി വായിക്കുവാണോ? എവിടെ നോക്കി വായിക്കും? ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നതല്ലേ. എന്തിനാ എവിടെ നോക്കി വായിക്കുന്ന പോലെ തോന്നുന്നു. ഏത് പറഞ്ഞോ പറഞ്ഞ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ സിമ്പിൾ ആയിട്ട് അതിന്റെ വിശദീകരണം അതേ ആംഗിൾ തന്നെ പറയാം. ഇസ്മായിൽ ഒന്ന് പറയട്ടെ, പറഞ്ഞു. അല്ല, അപ്പോൾ ഇസ്ലാം അതായത് എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഉണ്ട്. എബ്രഹാം ഇറാഖിൽ ജനിച്ചു, ഈജിപ്തിൽ ജീവിച്ചു. അതിനുശേഷം ഇസ്ലാമിന്റെ ഗേഹത്തിലേക്ക് പോയി. ജെറൂസലേം ഇസ്ലാമാണ്. ജെറൂസലേം ഇസ്ലാമിന്റെ ദേവാലയമാണ്. ഇസ്മായിലെ, ഇത് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല.
ഈ റെഫറൻസ് പ്രസംഗം വെക്കോ? കൊണ്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല. കാര്യം പറ, എന്തായാലും പറയാനുള്ള കാര്യം നേരെ പറ. ഓക്കെ, എല്ലാ റെഫറൻസും അനിൽ കൊടിത്തോട്ടുമേ കഴിഞ്ഞ 14-ാം തീയതി നിങ്ങളുടെ ഇതേ ഗ്രൂപ്പിൽ IBTയില് ദാവക്കാർ കടപൂട്ടി ഇനി ഇസ്ലാമുമായി എന്ത് ഡിബേറ്റ് എന്ന പേരിൽ അനിൽ കൊടിത്തോട്ടിന്റെ നേതൃത്വത്തിൽ റൂം ഇട്ടു കഴിഞ്ഞ ഈ 14-ാം തീയതി. അന്ന് ഞാൻ പോയി അദ്ദേഹവുമായിട്ട് ഇത് ഡിബേറ്റ് പറഞ്ഞു. അതേ ഡിബേറ്റ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നടക്കുന്ന ഡിബേറ്റിൽ ഞാൻ എല്ലാ തെളിവും വഹിക്കുന്നതാണ്. ഇപ്പൊ നാം സംസാരിക്കുമ്പോൾ എല്ലാത്തിനും നിങ്ങളോട് ഡിബേറ്റ് തെളിവ് താങ്കൾ വഹിക്കേണ്ടതില്ല. എങ്ങനെ ഡിബേറ്റ് നടത്തും ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്ത്? കാരണം താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ലേ. അല്ല, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളുമായി നിങ്ങൾക്ക് യാതൊരു പുല ബന്ധമില്ല. പെന്തക്കോസ്തുകാർക്ക് അത് വിട, നിങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? ഇസ്മായില് പുറത്തു പോയി. ഇസ്മായിൽ ഇച്ചിരി നേരം മ്യൂട്ട് ചെയ്തോ. ഞാനും പോയി, പെന്തകളും പോയി. ഇച്ചിരി നേരം മ്യൂട്ട് ക്രിസ്ത്യാനികളും ചെയ്തോ. പെന്തകളും ഞാൻ ഇസ്ലാമിൽ നിന്നും അതെ, പോയി. അത് തുല്യം ഒന്ന് തന്നെയാ. മ്യൂട്ട് ചെയ്തോ. ഇസ്മായിൽ തന്നെ സമ്മതിച്ച കാര്യമാണ് ഇവിടെ. ഇസ്മായിൽ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനും മുഹമ്മദിനും അറിയാത്ത കാര്യം, അള്ളാഹുവിനും മുഹമ്മദിനും അറിയാത്ത കാര്യം, ഖുറാനിൽ പറയാത്ത കാര്യം ഇസ്മായിൽ ഇവിടെ പറഞ്ഞു അല്ലേ? ആദമിനും ഹവ്വയ്ക്കൊക്കെ മുമ്പ് മനുഷ്യരുണ്ടായിരുന്നെന്നാ ഇസ്മായിൽ ഇവിടെ പറഞ്ഞേ. അള്ളാഹു ഇത് പഠിപ്പിക്കണ്ടോ? മുഹമ്മദ് അത് ഇത് സംശയം പഠിപ്പിക്കണ്ടോ? എന്താ? ഖുറാൻ അല്ല, ശ്രദ്ധിക്ക് സംശയം എന്താ ശ്രദ്ധിക്ക് അതിനകത്ത്? ശ്രദ്ധിക്ക്, ഇടയ്ക്ക് കയറരുത്. ഇത്രയും ദീർഘമായ സമയം ഞാൻ സംസാരിക്കാൻ അവസരം തന്നു. ഓക്കെ, സോറി. അപ്പൊ ഈ അള്ളാഹുവിനും മുഹമ്മദിനും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് ഇസ്മായിൽ പറഞ്ഞത്. അപ്പൊ ഇസ്മായിൽ ആരായി? അള്ളാഹുവിനേക്കാൾ വലിയവനായി, മുഹമ്മദിനേക്കാൾ വലിയവനായി. ഈ ഇസ്ലാമിന് പുറത്തുപോയി, അന്നേ പുറത്തുപോയി. ഞാൻ അന്ന് പറഞ്ഞു ഉറപ്പിച്ചതാണ് ഇവിടെ ഈ സഹോദരന്മാരൊക്കെ സാക്ഷിയായിരുന്നു അതിന്. ഇസ്മായിൽ പുറത്തുപോയി. ഇസ്ലാമിന് പുറത്തുപോയ ഇസ്മായിലുമായിട്ട് ഞങ്ങൾ എങ്ങനെ സംവാദം നടത്തും? മനസ്സിലായി? അപ്പൊ അതിന് പകരം ഇസ്മായിൽ വേറെ കാര്യം ചെയ്യാം. ഇസ്മായില് ഒരു സെക്ട് രൂപീകരിക്കുക, ഒരു സംഘടന രൂപീകരിക്കുക, ഇസ്മായിലിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. ഇസ്മായിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു ദാവ പ്രവർത്തകൻ അംഗീകരിക്കത്തില്ല. ഷൈഖ് മുഹമ്മദ് കാരക്കൊന്ന് അംഗീകരിക്കുവോ? അമാനി മൗലവി അംഗീകരിക്കുവോ? അതുപോലെ തന്നെ MM അക്ബർ അംഗീകരിക്കുവോ? ഇവരാരും അംഗീകരിക്കില്ല. സുന്നിയാകട്ടെ, മുജാഹിദാകട്ടെ, ഹാരിസ് മദനി അംഗീകരിക്കുവോ? അവസാനം ഹാരിസ് മദനി നിങ്ങളെയും തമ്മിലിരുത്തി ഡിബേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും അത്. അപ്പൊ ആദ്യം ഇസ്മായിൽ ചെയ്യേണ്ടത്, ഇസ്മായില് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ടാണ് ക്രൈസ്തവരുമായിട്ട് സംവാദം. ഇനി അടുത്ത കാര്യം, ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഇസ്മായിലിന്റെ ദൈവവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിന്റെ കാര്യം ഞാൻ പറയാം. ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. അബ്രഹാമിനും അള്ളാഹുമായിട്ട് എന്ത് ബന്ധം? നോഹയ്ക്ക് അള്ളാഹുവുമായിട്ട് എന്ത് ബന്ധം? ആദമിന് അള്ളാഹുവുമായിട്ട് എന്ത് ബന്ധം? ആലാഹയൊക്കെ എന്താ? നിങ്ങളത് പരുവപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയല്ലേ ആലാഹയൊക്കെ. ആലാഹ എങ്ങനെ അള്ളാഹു ആകും? അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നു ഇസ്മായിലേ. ആ കാബയിലെ കറുത്ത കല്ലിന്റെ എവിടെ? ഇവിടെ വീട്ടിൽ സ്ത്രീകളുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഈ സ്ത്രീകളുടെ ആർത്തവ രക്തം അവിടെ കൊണ്ടുപോയി ഒഴിക്കുമായിരുന്നു. പുരുഷന്മാര് തങ്ങളുടെ ശുക്ലം കൊണ്ടുപോയി ഒഴിക്കുമായിരുന്നു. എവിടെ? കാബയിലെ കറുത്ത കല്ലിന്റെ പുറത്ത്. അവിടെ അള്ളാഹു ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പനായിട്ട് ഇരിക്കുന്ന ആ അള്ളാഹുവിനെയാണ് ലാത്തയും മനാത്തയും ഉസയും മാറ്റിക്കളഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ലാന്ന്. ആർക്ക്? ഈ ലാത്തയും മനാത്തയും ഉസയും മാറ്റിക്കളഞ്ഞിട്ട് അള്ളാഹുവിനെ ഏകനാക്കി. അള്ളാഹു പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഖുറാൻ നമ്മൾ വായിക്കുമ്പോൾ സൂറ 53:19 മുതൽ 23 വരെ വായിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പെൺമക്കളെ തന്നോ എന്നാണ് ആര് ചോദിക്കുന്നത്? അള്ളാഹു ചോദിക്കുന്നത്. ഈ അള്ളാഹുമായിട്ട് ഞങ്ങൾക്ക് എന്ത് ബന്ധം ഇസ്മായിലേ? ഇസ്മായിൽ എങ്ങനെയാണ് ഈ അള്ളാഹുവിനെ അബ്രഹാമുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത്? ഈശോ മിശിഹായുടെ കാര്യം പറഞ്ഞു. ക്രിസ്തു യേശു എന്ന് പറയാം, അല്ലെങ്കിൽ ഈശോ മിശിഹ എന്ന് പറയാം. അങ്ങനെ ഈ ഇസ്മായിലിന് ഇത് എവിടെ നിന്ന് കിട്ടി? ക്രിസ്തൂസ് എന്നുള്ളത് ഈ അസീറിയൻ ഇതിൽ നിന്ന് വരുന്ന പദമാണ് ഈശോ എന്നുള്ളത്. മനസ്സിലായോ? അരാമിക്. ക്രിസ്തൂസ് എന്നുള്ളത് ഗ്രീക്കാണ്. ക്രിസ്തു യേശു എന്നും പറയാം, യേശു ക്രിസ്തു എന്ന് പറയാം, ഈശോ മിശിഹ എന്നും പറയാം. ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇസ്മായിൽ എവിടെയാ പഠിച്ചേ? ഇസ്മായിലിനെ ആരിത് പറഞ്ഞു പഠിപ്പിച്ചു? ക്രിസ്തു യേശു എന്ന് പറയാം, യേശു ക്രിസ്തു ആയതുകൊണ്ട്. യേശു ആരാണ്? യേശു എന്ന പദത്തിന്റെ അർത്ഥം എന്താ ഇസ്മായില്? യഹോവ രക്ഷകൻ എന്നുള്ളതാണ്. രക്ഷിക്കാനായിട്ട് വന്ന യഹോവയാണ് യേശു. മനസ്സിലായോ? ഇസ്മായില, യേശുവിനെ കുറിച്ച് അങ്ങനെയാ മനസ്സിലാക്കണ്ടേ. യേശു ക്രിസ്തു രക്ഷിക്കാനായിട്ട് വന്ന യഹോവയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ ഇസ്മായിലെ. ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് യാതൊരൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി എനിക്ക് എന്താ കിട്ടുന്നേ?
ഞാൻ ആദ്യം പറഞ്ഞ ഇസ്മായിൽ കേട്ടില്ലേ? ആദ്യം ഞാൻ ചെല്ലുമ്പോ തന്നെ എനിക്ക് കിട്ടുന്ന മത്സ്യത്തിന്റെ കരളിന്റെ ഒരു ഭാഗമാണ് കിട്ടുന്നത്. എനിക്ക് വീട്ടിലിരുന്ന് നല്ല ചാളയോ മറ്റേ കേരയോ ചൂരയോ മത്തിയോ ഒക്കെ മേടിച്ച് പൊരിച്ച് തിന്നാൻ പാടില്ല. എന്തിനാ കരള് തിന്നാനായിട്ട് അങ്ങോട്ട് പോണേ? അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന കാളയുടെ ഇറച്ചി, നല്ല പോത്തിന്റെ ഇറച്ചി എനിക്ക് തിന്നാൻ പറ്റില്ലേ? പോത്ത് വല്ലത്തിയത്, ബീഫ്, അതിന് എന്നെ ആരെങ്കിലും വിലക്കുവോ? എന്റെ വീട്ടിലിരുന്ന് കഴിക്കാൻ പാടില്ല? ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലേ? അതിന് എനിക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? മദ്യം ഒഴുകുന്ന നദികൾ, ഞാൻ മദ്യം കുടിക്കാറില്ല. അപ്പൊ അവിടെ മദ്യം ഒഴുകുന്ന നദികൾ ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ പാൽപ്പുഴ, തേനരുവി, അതുപോലെ തന്നെ വിവിധ തരം പഴങ്ങള്, വസ്ത്രങ്ങള്, ബ്യൂട്ടി പാർലർ, അതുപോലെ വെള്ളിയാഴ്ച ചന്ത, ഇതിനൊക്കെയായിട്ട് ഞാൻ അങ്ങോട്ട് വരണോ? നിങ്ങളെല്ലാം പറഞ്ഞ് എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? ഈ സ്ഥലത്ത് വെള്ളിയാഴ്ച ചന്തയുള്ള ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. മദ്യ നദി ഒഴുകുന്ന ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. അതുപോലെ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കിയ സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. സ്ത്രീകൾ പോകാത്ത സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് വരണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന സ്വർഗം മതി ഇസ്മായിലെ. ഇസ്മായിൽ പറയുന്നതൊക്കെ വെള്ളത്തിലാ. ഈ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണ്ട, ഇവിടെ ഇരിക്കുന്ന ആർക്കും പോകണ്ട. അപ്പൊ ഞാൻ അടുത്ത സിജോ ബ്രദറെ, സഹോദരന്മാരിലേക്ക് പോവാണ്. സിജോ ബ്രദറെ, ജോ ഇസ്മായിലിനോട് കുറച്ച് ജോൺ ക്വസ്റ്റ്യൻ ബ്രദറിന് ചോദിക്കാനുണ്ട്. എന്തോ ഇസ്മായിൽ, പറയാനുണ്ട്, പറഞ്ഞോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, കേൾക്കാവോ? ഓഡിയബിൾ ആണോ? കേൾക്കാം, ഓടിവിള. ഓക്കെ. ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ ഇസ്മായിൽ പറഞ്ഞു പണ്ടത്തെ മുസ്ലിമുകള് ജെറൂസലമിനെ നോക്കിയിട്ട് ആരാധിച്ചിരുന്നത്. അതിനെവിടെയാ റെഫറൻസ്? പെട്രനെ നോക്കി ആരാധിച്ചിരുന്നത്. ഇതെവിടുന്ന ഇസ്മായിൽ പെട്രൻ ജെറൂസലം കിട്ടിയത്? പെട്ര എവിടെയാ കിടക്കുന്നത്? ജോർദാനിലാണ്. പെട്രയുടെക്ക് അഭിമുഖമായിട്ടായിരുന്നു പണ്ടത്തെ മുസ്ലിമുകൾ ആരാധിച്ചിരുന്നത്. അതെങ്ങനെ പെട്ടെന്ന് ജെറൂസലമിലേക്ക് പോയേ? അത് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് ഇസ്മായിൽ പറഞ്ഞു, ഇസ്മായിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എബ്രഹാം എന്നാ പറയണേ. എവിടെയാ എബ്രഹാം എന്ന് ഖുറാനിലുള്ളത്? അവിടെ ഇബ്രാഹിം അല്ല ഉള്ളത്. അതെങ്ങനെ എബ്രഹാമായിട്ട് പെട്ടെന്ന് മാറിയത്? ഇസ്മായിലെ ആലോചിച്ചു. എന്ത് പറയുമ്പോഴേ റെഫറൻസ് വേണം. ഞങ്ങൾക്ക് റെഫറൻസ് ഇതാ. ജെറൂസലമിന്റെ അഗൻസ്റ്റ് ആയിട്ടാണ് പണ്ടത്തെ മുസ്ലിമുകൾ ആരാധിച്ചിരുന്നതിനുള്ള ഒരു റെഫറൻസ് പറയും. ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പറഞ്ഞു കേട്ടോ ഇസ്മായിലെ. ഓക്കെ. ഒന്ന് മുസ്ലിങ്ങൾ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ പെട്രയെ കേന്ദ്രീകരിച്ചായിരുന്നു. അത് പിന്നീട് മക്കത്തേക്ക് മാറ്റപ്പെട്ടതാണ് എന്നുള്ള ഒരു വാദം. പെട്ര ജിമ്മിയൊക്കെ ആ പെട്രയുടെ പേര് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണെന്ന് സംശയമുണ്ട്. എനിക്കറിയില്ല, ഉറപ്പില്ല. പെട്ര പേര് അല്ല, ഇത് ഈ റെഫറൻസ് പണ്ടേ തൊട്ടുള്ളതാണ്. നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് അല്ല, നോക്കുവാ. ഉണ്ട്. ഞാൻ ഉണ്ട്. അങ്ങനെ റെഫറൻസ് ഉണ്ട്. അതിന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ലോകത്ത് ചർച്ച നടക്കുന്നുണ്ട്, ഡിബേറ്റ് നടക്കുന്നുണ്ട്, വാദമുണ്ട്, മറുവാദമുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അതാ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഈ പെട്ര ജിമ്മി എന്ന് പറയപ്പെടുന്ന വരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ പെട്ര എന്ന വാക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ പേരിട്ടിരിക്കുന്നു എന്ന് ഞാൻ ധരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അതാ അതത് പെട്ര ജിമ്മി സഹോദരനെ വിട്, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. അതെ. അങ്ങനെ ചരിത്രത്തിലുള്ള അതിനെ സംബന്ധിച്ചൊരു തുറന്ന ചർച്ചയ്ക്ക് അനിൽക്കുടിത്തോട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം ഞാൻ എല്ലാ തെളിവോടും കൂടി അവതരിപ്പിക്കുന്നതാണ്. ഒപ്പം ഞാൻ മറ്റൊരു കാര്യം തിരിച്ച് വഹിക്കുന്നു. അന്ന് ഈസാ നബി യേശുവിന്റെ കാലഘട്ടത്തില് അതിപ്പോ നമ്മുടെ നസ്രത്ത് പട്ടണം ഉണ്ടായിരുന്നില്ല. അത് നസ്രായൻ പെട്ടു എന്ന് പറയപ്പെടുന്ന ആ പാഠം, പെന്തക്കോസ്ത് പഠനങ്ങൾ തെറ്റാണ്. ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. അവിടെ നസ്രത്ത് പട്ടണം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ ഇന്നുള്ള മക്കത്ത് തന്നെ ആയിരുന്നു കാബാൽ എന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. പകരം ഞാൻ തിരിച്ച് ആർഗ്യുമെന്റ് വയ്ക്കുന്നു, നസ്രത്ത് പട്ടണം യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 3-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തി അമ്മ ഹെലീന ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക പട്ടണമാണ്. അത് ഞാൻ തിരിച്ചാരണം വയ്ക്കുകയാണ്. നിങ്ങൾ അതും തെളിയിക്കണം. തെളിയിക്കാൻ പറ്റുമോ? പെന്തക്കോസ്ത് പഠനം, തെളിയിക്കാൻ ഒരു പറ്റുമോ? സെക്കൻഡ്, ബെറോസിലേക്ക് ഞാൻ വരാം. ഒരു സെക്കൻഡ്, ജോൺ ബ്രദർ, ഒരു സെക്കൻഡ്. പെന്തക്കോസ്ത് പഠനങ്ങൾ എന്ന് താങ്കൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തെ? നസ്രയത്തിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ പെന്തക്കോസ്ത് പഠനങ്ങൾ മാത്രമല്ല. താങ്കൾ പലതും പറയുന്നത് കേട്ട്, വല്ലവരും പറയുന്നത് കേട്ട് ഇവിടെ വന്ന് ഛർദിക്കാതെ താങ്കളുടെ അഭിപ്രായം പറയുക സഹോദര. നസ്രയത്തൊക്കെ ഇന്നത്തെ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയേക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉള്ളതാണെന്ന. വില്യം ഓൾബ്രൈറ്റ് പോയി പരിശോധിക്കേ, വില്യം റോംസെ പോയി പരിശോധിക്കേ. അങ്ങനെ ഞാൻ ആർക്കിയോളജിസ്റ്റുകളുടെ ഇത് പറയുന്നില്ല. ഞങ്ങൾ തന്നെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്, ക്രോസ് മീഡിയ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ക്ലബ് ഹൗസില്. അതിൽ ഈ ആർക്കിയോളജിയുടെ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും. നിങ്ങൾ പോയി പരിശോധിക്കേ. ഇത് പെന്തക്കോസ്ത് പഠനങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? പെന്തക്കോസ്തുകാരുണ്ടാക്കിയ പഠനങ്ങളല്ല യേശുവിനെ കുറിച്ചുള്ളത്. മനസ്സിലായി? പെന്തക്കോസ്തുകാരും യേശുവിനെ കുറിച്ചുള്ള പഠനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആദിമ ക്രിസ്തീയ സഭയുടെ പഠനമാണ്. യേശു ദൈവമാണെന്നുള്ളത്, യേശു രക്ഷകനാണെന്നുള്ളത്. അല്ല നിങ്ങളപ്പോ സുന്നി മുജാഹിദിന്റെ പഠനത്തെ കുറിച്ച് എന്ത് പറയും?
ഏ ഞാൻ ഹാരിസ് മദനിയോട് ചോദിച്ച ചോദ്യം താങ്കൾക്ക് അറിയാലോ. ഹാരിസ് മദനി വിശ്വസിക്കുന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ആണോ? അല്ല സുജോ നിങ്ങള് ബ്രദറെ, സുജോ ആ ബ്രദർ, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ ഇസ്മായിൽ നമ്മുടെ അലിക്കുടത്തോട്ട സാറായിട്ട് ഡിബേറ്റ് നടത്തുമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഇസ്മായിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനാണോ, അതോ ഇസ്ലാമിക ഭൂരിപക്ഷം ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണോ, ഇസ്ലാമിനെ എന്തെങ്കിലും ആധികാരികതയായിട്ട് എന്തെങ്കിലും ഗ്രന്ഥം രചിച്ച ആളാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ബേസിസിലാണ് അലിക്കുടത്തോട്ട സാറായിട്ട് ഡിബേറ്റ് നടക്കുന്ന ആള് പറയുന്നത്. ഡിബേറ്റിന് വരികയെന്ന് ഉദ്ദേശിച്ച് IBT-യിൽ വന്ന് സംസാരിക്കാം. ഈ കാർത്തികൊക്കെ വന്ന് ഇവിടെ സംസാരിച്ചതുപോലെ ഇസ്മായിലിന് ഇവിടെ വന്ന് സംസാരിക്കാം. അല്ലാതെ ഒഫീഷ്യലായിട്ട് സംവാദമൊക്കെ നടത്തണമെങ്കിൽ ഞങ്ങൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് മദനി തൊട്ട് അങ്ങോട്ട് ഉള്ളവരായിട്ട് സംവാദം. ഹാരിസ് മദനി മുഹമ്മദ് ഈസയും വന്നു, സംവാദം നടത്തി. ഇനി അവരെ തന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചു. ഒരു 6 സബ്ജക്ട് ഗുരുജിയോ ബ്രദർ കൊടുത്തിട്ടുണ്ട് സംവാദത്തിനായിട്ട്. ഇതുവരെ അനങ്ങിയിട്ടില്ല, വന്നിട്ടില്ല. ഇസ്മായിലുമായിട്ട് സംവാദം നടത്തുന്ന ഇസ്മായിൽ ആരാ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇസ്മായിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്മായിലിന്റെ അറിവിനെ കൊച്ചാക്കുകയല്ല. ഇസ്മായിൽ സഹോദരൻ ഇസ്ലാമിന് പുറത്തുപോയി, അതാണ് ഏറ്റവും വലിയ വിഷയം. അള്ളാഹുവിനും മുഹമ്മദിനും ഒന്നും ഇല്ലാത്ത പഠനമാണ് ഇസ്മായിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇവരാരെങ്കിലും അംഗീകരിക്കുന്ന ആളാണ് ഇസ്മായിൽ സഹോദരൻ. ഇസ്മായിൽ സഹോദരൻ സുന്നിയാണോ മുജാഹിദാണോ? അത് പറ. സുന്നിയാണോ മുജാഹിദാണോ? പെന്തക്കോസ്ത് പഠനങ്ങൾ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സുന്നിയാണോ മുജാഹിദാണോ? നിങ്ങൾ ഇതൊന്നും അറിയണ്ട. എന്റെ അള്ളാഹുവിന്റെ റസൂലിനെ ഏറല എന്ന് പറഞ്ഞ അനിൽ കൊത്തോട്ടെ ഞാൻ കളിയാണെന്ന് പറഞ്ഞ കേൾക്ക് ഇസ്മായിൽ ഞാൻ വേണ്ട. ആ വെല്ലുവിളി ഏറ്റെടുത്ത് സുന്നിയാണോ മുജാഹിദാണോ? പറ. അദ്ദേഹം എന്റെ വെല്ലുവിളി സുന്നിയാണോ ഏറ്റെടുത്തു. മുജാഹിദാണോ? ഞാൻ വെച്ചൊരു പറയൂ, സുന്നിയാണോ മുജാഹിദാണോ? ഞാൻ മുസ്ലിം പെന്തക്കോസ്ത് ഇസ്ലാമിൽ പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. മുജാഹിദ് ബാലുശ്ശേരി എന്താ പറയുന്നതെന്ന് അറിയാമോ? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്, ഞങ്ങൾ എന്നോട് ശരിക്കും പറഞ്ഞ ചോദ്യം ക്രൈസ്തവര് ചോദിച്ചു താങ്കൾ കേൾക്ക് നിരന്തരം സംസാരിക്കുന്ന നീതിയാണോ? കേൾക്ക് പാസ്റ്റർ ഞാൻ പാസ്റ്റർ ഒരു പറഞ്ഞത് കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇസ്മായിലേക്ക് പാസ്റ്റർ വരാം. ഒരു മുജാഹിദ് സെക്കൻഡ് ബാലുശ്ശേരി ഇസ്മായിലെ ഞാൻ ഇസ്മായിലെ എന്നെ മ്യൂട്ട് ഞാൻ ചെയ്യരുത്. പറയട്ടെ ഒരു സെക്കൻഡ്. എല്ലാവരും സംസാരിക്കല്ലേ? ഞാൻ വരാം. ഞാൻ നിങ്ങളിലേക്ക് വരാം. ഈ മുജാഹിദ് ബാലുശ്ശേരി എന്താ പറയുന്നതെന്ന് അറിയാമോ? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നമ്മുടെ സുന്നികളെക്കാളും കൂടുതൽ ക്രൈസ്തവരാണ് ഈ അടുത്തവരെന്നാണ് പറയുന്നത്. നിങ്ങൾ സുന്നികൾ താങ്കൾ സുന്നിയാണെങ്കിൽ കാഫിറാണെന്നാ പറയുന്നത്. മറ്റവരെന്താ പറയുന്നത്? സുന്നികൾ നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ കാഫിറുകളാന്ന് പറയുന്നത്. നിങ്ങൾ ഇത് രണ്ടുമല്ല, ഷിയയാണോ അല്ലെങ്കിൽ വല്ല കാദിയാനിയാണോ? അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയണം. ബറോസ് എന്താ പറയാൻ വന്നു? പറഞ്ഞു. അല്ല ഇത്